പരമ്പരാഗതമായ തടി കൊണ്ടുള്ള ചിറകൾക്ക് പകരം ഷീറ്റുകൾ കൊണ്ട് ചിറകെട്ടി മാതൃകയാവുകയാണ് ചീമേനി പോത്താങ്കണ്ടത്തെ ഡോക്ടർ ശ്രീകുമാർ. ഇത്തരം ചിറകൾ ദീർഘകാലം നിലനിൽക്കുന്നതും വെള്ളത്തിന്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് ക്രമീകരിക്കാവുന്നവയുമാണ്. പരമ്പരാഗതമായ തടി കൊണ്ടുള്ള ക്രോസ് ബാറുകൾക്ക് പകരം ഷീറ്റുകൾ കൊണ്ട് ചിറകെട്ടി മാതൃകയാകുകയാണ് ചീമേനി പോത്താംകണ്ടത്തെ ഡോക്ടർ ശ്രീകുമാർ. ഇത്തരം ക്രോസ് ബാറുകൾ ദീർഘകാലം നിലനിൽക്കുന്നതും വെള്ളത്തിന്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് ക്രമീകരിക്കാവുന്നതുമാണ്. GI പൈപ്പുകളും ഷീറ്റുകളുമാണ് ഇതിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിലവിൽ മിക്കയിടത്തും പലകകൾ കൊണ്ടുള്ള ക്രോസ് ബാറുകളാണുള്ളത്. ഇതാകട്ടെ വേഗം നശിച്ചു പോകുകയോ ആർക്കെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകാനോ സാധിക്കും. പുതിയ കാലം പുതിയ തരത്തിലുള്ള നവീകരണം ആവശ്യപ്പെടുകയാണ്. ഇത്തരം ക്രോസ് ബാറുകൾ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ അഴിച്ചുമാറ്റുകയും ചെയ്യാം. ഇവിടെ മുൻപ് കാട്ടുമരങ്ങളും കാട്ടുമരത്തിന്റെ തോലും മണ്ണും ഒക്കെ വെച്ചുകൊണ്ടുള്ള ചെറിയായിരുന്നു പണ്ട് കാലത്ത് കെട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നാട് മുഴുവൻ റബ്ബറായിട്ട് മാറിയതോടുകൂടി മരത്തിന്റെ തോലില്ലാതെയായി. അതിനുശേഷം മാവും തോട്ടത്തിലെ മാവ് മുറിച്ച് പലകകളാക്കിയിട്ട് പലകനെ കൊണ്ട് ചിറകെട്ടി. ആ പലകയൊക്കെ വലിയ വെള്ളത്തിൽ ഒലിച്ചു പോയി. അതിനുശേഷമാണ് ഈ തകരപ്പാളിയെ കൊണ്ടുള്ള ചിറകെട്ടുന്നത്. ആ ചിറ ഒരു വിജയമായതിനോട് കൂടിയിട്ട് അത് രണ്ടു പേരാണത് വികസിപ്പിച്ചെടുത്തത്. നാരായണൻ നമ്പീശനും ഗോവിന്ദൻ നമ്പീശനും. ഈ രണ്ടാം വളം നെൽകൃഷിക്ക് വേണ്ടിയിട്ടാണ് ചിറ കെട്ടിക്കൊണ്ടിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.